നമസ്കാരം. കൊടകരയും പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജൂൺ 15 തിങ്കളാഴ്ച. കൊല്ലവർഷം 1201 മിഥുനമാസം 1-ാം തീയതിയിലെ പത്രങ്ങളിലെ പ്രധാന പ്രാദേശിക വാർത്തകൾ. ആമ്പല്ലൂരിൽ സർവീസ് റോഡ് അറ്റകുറ്റപ്പണി നടത്തിയതിലൂടെ ഗതാഗതക്കുരുക്കിന് ആശ്വാസമായ വാർത്ത മനോരമയുടെ പ്രാദേശിക പേജിലുണ്ട്. കുളിക്കുന്നതിനിടെ കുറുമാലിപ്പുഴയിൽ അകപ്പെട്ട അമ്മയെയും മകളെയും രക്ഷിച്ചവർക്ക് മറ്റത്തൂരിൽ നൽകിയ ആദരവിനെക്കുറിച്ചും കൊടകര ഡോൺ ബോസ്കോ സ്കൂളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചതിനെക്കുറിച്ചുമുള്ള വാർത്തകൾ മനോരമയിൽ വായിക്കാം. മറ്റത്തൂരിലെ ആദരവിന്റെ വാർത്ത മാധ്യമം പത്രത്തിലും ഇടം പിടിച്ചിട്ടുണ്ട്. ആളൂർ പോലീസ് സ്റ്റേഷനിലെ സ്ഥലപരിമിതിയും അസൗകര്യങ്ങളും വിവരിക്കുന്ന വാർത്തയാണ് മാതൃഭൂമി പ്രാദേശിക പേജിൽ പ്രധാനമായി നൽകിയിരിക്കുന്നത്. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക സംഘടിപ്പിച്ച കീഴാള നവോത്ഥാന നായകർ പൊതുസംവാദത്തിൽ എഴുത്തുകാരൻ ഡി ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തുന്ന ചിത്രവും വാർത്തയും, കൊടകര പഴയടത്ത് ശ്രീകൃഷ്ണക്ഷേത്രം ട്രസ്റ്റിന്റെ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടന വാർത്തയും മാതൃഭൂമിയിലുണ്ട്. വെള്ളിക്കുളങ്ങര സ്വദേശി പോൾദാസ് കിഴക്കേ പീടിക തുടർച്ചയായ 16-ാം വർഷവും ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് നേടിയ വാർത്താമാധ്യമം ജില്ലാ പേജിൽ വലിയ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. ജപ്പാനിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പോൾദാസിനെക്കുറിച്ചുള്ള വാർത്ത ദീപിക പത്രവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വനിതകളുടെ സേവനം സംബന്ധിച്ച സുപ്രീം കോടതി വിധിയെ അഭിനന്ദിച്ചുകൊണ്ട് കുടുംബശ്രീ ജില്ലാ ജെൻഡർ റിസോഴ്സ് പേഴ്സൺ ശാലിനി ജോ എഴുതിയ കുറിപ്പ് ദീപികയിൽ വായിക്കാം. പുതുക്കാട് നടന്ന MLA പ്രതിഭ പുരസ്കാര വിതരണ വാർത്ത മാധ്യമം, ദേശാഭിമാനി, കേരള കൗമുദി, സുപ്രഭാതം എന്നീ പത്രങ്ങൾ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ഇഞ്ചയ്ക്കുണ്ട് സഹകരണ ബാങ്കിന്റെ ഉൽപ്പന്നമായ നന്മ വെളിച്ചെണ്ണയുടെ കോടാലിയിലെ വിൽപ്പന കേന്ദ്രം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യുന്ന വാർത്തയും ചിത്രവും ദേശാഭിമാനിയിലുണ്ട്. അളഗപ്പനഗർ പഞ്ചായത്ത് LP സ്കൂളിലെ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് ഈ മാസം 18-ന് രാവിലെ 11-ന് ഇന്റർവ്യൂ നടക്കുമെന്ന അറിയിപ്പ് സുപ്രഭാതം പത്രത്തിൽ. ഇന്നത്തെ പത്രവിശേഷങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നാളെ രാവിലെ കൂടുതൽ പ്രാദേശിക വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.